ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മാർക്കറ്റ് ഇപ്പോൾ അപ്പ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അത് റിവേഴ്സ് ആവുന്നത് എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ലോസ് നിങ്ങൾക്ക് ഇല്ലാതാവും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ലൈവ് ചാർട്ട് അല്ല. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം, ഒരു ലൈൻ എടുക്കാം, ഹൊറിസോണ്ടൽ ലൈൻ എടുത്ത് ഞാൻ വരച്ച് കാണിക്കാം. ഇതിപ്പോൾ അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വയ്ക്കിരിക്കട്ടെ. ഓക്കെ, ഇത് അപ് ട്രെൻഡിലാണ്, ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറിയൊരു റിട്രേസ്മെന്റ് വന്നു. ആ റിട്രേസ്മെന്റിൽ പിന്നെ താഴോട്ട് വന്നിട്ടാണ് പിന്നെ പോയത്, മേലോട്ട് പോയത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈ എൻട്രി, ഇവിടെ നിന്നുള്ള എൻട്രി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്ന തൊട്ടടുത്തുള്ള നമ്മളെ റിട്രേസ്മെന്റ് ഉണ്ടല്ലോ, ഇവിടെ ഇതാണ് തൊട്ടടുത്തുള്ള റിട്രേസ്മെന്റ്. ആ റിട്രേസ്മെന്റിന്റെ ആ ലൈന്, ആ റെഡ് ലൈന് വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇതാണ് ടച്ച് ചെയ്യുന്നത്. ഇത് ക്രോസ് ചെയ്യുന്ന ലൈനിൽ ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് TP സെറ്റ് ചെയ്യാനും അതേപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും പറ്റും. TP ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കറക്റ്റ് കൺഫേം ആണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കറക്റ്റ് കൺഫേം ആയതാണ്. അതുകൊണ്ട് തന്നെ TP മാത്രമായിട്ട് വെച്ചാലും മതി. ഈ ലൈനിന്റെ ഇവിടെ ഞാൻ വരച്ച് കാണിക്കാം. അതായത് ഇപ്പം ക്രോസ് ചെയ്തില്ലേ ഈ ക്യാൻഡില്, ക്രോസ് ചെയ്ത ഈ ക്യാൻഡിലിന്റെ തൊട്ട വിക്ക് ഉണ്ടല്ലോ, ഇത് ഈ വിക്ക് പോയിന്റ് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പേടിക്കാതെ, ഒരു പേടിക്കാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അല്ലേ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് അപ്പ് ട്രെൻഡിലാവും സംഭവം പോകുന്നത്. അതാണ് ഒരു കൺഫർമേഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ചാർട്ട് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ലൈവ് ചാർട്ടാണ്. ലൈവ് ചാർട്ടിൽ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നതാണ് അത്. ഇതിപ്പോഴൊന്നും വരില്ല, ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് തൊട്ടടുത്തുള്ള റിട്രേസ്മെന്റ് നമ്മൾ വരച്ച് ഇങ്ങനെ പോകണം. അപ്പം നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കിട്ടും നമുക്ക്.